السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي رسولنا صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها المؤمنون، قال الله عز وجل في كتابه الكريم: وإذا كنت فيهم فأقمت لهم الصلاة فلتقم طائفة منهم معك وليأخذوا أسلحتهم. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളോടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, എന്താണ്? നീ അവരുടെ കൂടെ ഉണ്ടാവുകയും നബിയെ താങ്കൾ അവരുടെ കൂടെ ഉണ്ടാവുകയും അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്താൽ അവരിൽ നിന്നും ഒരു കൂട്ടം താങ്കളുടെ കൂടെ നിസ്കാരത്തിന് വേണ്ടി നിൽക്കട്ടെ. എന്നിട്ട് സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പുറകിലോട്ട് പോകട്ടെ. എന്നിട്ട് അടുത്ത വിഭാഗം താങ്കളുടെ കൂടെ നിസ്കരിക്കട്ടെ. അങ്ങനെ അവർ നിസ്കാരത്തെ പൂർത്തിയാക്കട്ടെ. അവരവരുടെ ആയുധങ്ങൾ കയ്യിലെന്തട്ടെ. അങ്ങനെ ആയുധങ്ങൾ കയ്യിലെന്തിയില്ലെങ്കിൽ ശത്രുക്കൾ അവരുടെ മേൽ ചാടി വീഴാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ശത്രുക്കൾ ഉപദ്രവിക്കുന്നതിനും കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഈ ഒരു രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് ഈ നിസ്കാരം? ഈ നിസ്കാരമാണ് സ്വലാത്തുൽ ഖൗഫ്, ഭയത്തിൻ്റെ സമയത്തുള്ള നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഭയത്തിൻ്റെ നിസ്കാരം എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിലും അത് നിസ്കരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. അങ്ങനെ നിസ്കാരം തുടങ്ങുമ്പോൾ ഒരു കൂട്ടം സഹാബികൾ അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിസ്കാരം തുടങ്ങും. അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ നിസ്കരിച്ച ആളുകൾ അവർ പുറകിലോട്ട് പോവുകയും അങ്ങനെ അവരുടെ ഇഷ്ടപ്രകാരം അവർ ബാക്കി നിസ്കരിക്കുകയും ചെയ്യും. അതായത് അവിടുത്തെ അവസ്ഥ അനുസരിച്ച് അവർ ബാക്കി നിസ്കരിക്കും. ഇനി നിസ്കരിക്കാതെ മാറി നിന്ന ആളുകൾ അവരെന്ത് ചെയ്യും? അവർ നിസ്കാരത്തിലേക്ക് കടക്കും. ആ നിസ്കാരത്തിലേക്ക് കടന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് അവർ എഴുന്നേൽക്കുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ തന്നെ നിൽക്കും, റുകൂഇലേക്ക് പോവുകയില്ല. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിലേക്ക് അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, രണ്ടാമത്തെ കൂട്ടർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇലേക്ക് പോകും. അല്ലെങ്കിൽ അവർ നിസ്കരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൈകെട്ടിക്കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇലേക്ക് പോവുകയും അങ്ങനെ അത്തഹിയ്യാത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നാൽ രണ്ടാമത്തെ റക്അത്ത് പോലും പൂർത്തീകരിക്കുകയും അതുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാത്തിരിക്കുകയും എന്നിട്ട് ഒരുമിച്ച് സലാം വീട്ടുകയും ചെയ്യും. അതായത് ഭയത്തിൻ്റെ സമയത്തിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, യുദ്ധത്തിൻ്റെ സമയത്ത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, ഈ കാര്യത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഭയത്തിൻ്റെ സമയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് ജമാഅത്തായിട്ടുള്ള നിസ്കാരം ഒഴിവാക്കാൻ നിനക്ക് കഴിയുകയില്ല. മറിച്ച് ശത്രു മുന്നിലുണ്ടാകുമ്പോൾ ആയുധമെങ്ങാനും കയ്യിൽ നിന്ന് വെച്ചു പോയാൽ ആ സമയത്ത് ശത്രു നിന്നെ കടന്നാക്രമിക്കും എന്ന് ഉറപ്പുള്ള സമയത്ത്, ആ സമയത്ത് പോലും
നിസ്കാരം ഒഴിവാക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, നിസ്കാരം ഒഴിവാക്കാനല്ല, ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുമതിയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തും അതിനുള്ള ഉത്തമ മാതൃക നമുക്ക് കാണിച്ചു തന്നു. സഹോദരങ്ങളെ, ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം സമൂഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു, അസ്ഖലു സ്വലവാതി അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുസ് സുബ്ഹ്. മുനാഫിഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ നിസ്കാരം അത് ഇശാ നിസ്കാരവും അതുപോലെ തന്നെ സുബ്ഹി നിസ്കാരവുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് പറയുകയാണ്, വലൗ അലിമു മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വ. അവരെങ്ങാനും അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എന്നറിഞ്ഞിരുന്നെങ്കിൽ, ആ ഇശാ നിസ്കാരത്തിൻ്റെയും സുബ്ഹി നിസ്കാരത്തിൻ്റെയും ജമാഅത്തിലുള്ള പ്രാധാന്യം അവരറിഞ്ഞിരുന്നെങ്കിൽ അവർ അതിലേക്ക് ഇഴഞ്ഞിട്ടെങ്കിലും കടന്നു വന്നേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാം. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, ജനങ്ങളോട് നിസ്കരിച്ചു കൊള്ളുക എന്ന് കൽപ്പിക്കാനും, വതുഖാം അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി ഖാമത്ത് കൊടുക്കപ്പെടും, വഅമുറ റജുലൻ ഫയുസല്ലി ബിന്നാസ് ഒരു മനുഷ്യനെ ഞാൻ ഏൽപ്പിച്ച് അദ്ദേഹം ഇമാം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാനും ഞാൻ ആലോചിച്ചു. എന്നിട്ട് ഫഅൻതലിഖ മഅി റിജാലുൻ മഅഹും ഹുസമുൻ മിൻ ഹതബ്. ഞാൻ ചില ആളുകളുമായി വിറകുകെട്ടുകളുമായി ചില ആളുകളുമായി പുറപ്പെടാൻ ഉദ്ദേശിച്ചു. ഇലാ മൻ ലം യശ്ഹദ് ലിസ്സലാത്തിൽ ജമാഅ അല്ലെങ്കിൽ ലിസ്സലാ, ആരാണോ നിസ്കാരത്തിന് പങ്കെടുക്കാതെ ഇരിക്കുന്നത് അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലാൻ ഞാൻ ആഗ്രഹിച്ചു. ഫഉഹർരിഖ അലൈഹിം ബുയൂതഹും, അവരുടെ വീടുകളോടെ അവരെ കത്തിച്ചു കളയാൻ ഞാൻ ഉദ്ദേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒന്ന് ഇശാ നിസ്കാരവും സുബ്ഹി നിസ്കാരവും. ആ നിസ്കാരങ്ങളാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും നഷ്ടപ്പെടുത്താറുള്ള, വീഴ്ച വരുത്താറുള്ള സമയങ്ങൾ. ആ സമയങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിഖുകൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം അത് ഈ രണ്ട് നിസ്കാരങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുനാഫിഖുകളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നമസ്കാരത്തെ ഭാരമുള്ളവരായി തോന്നുന്ന ആളുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച വിശേഷണം മുനാഫിഖ് എന്നാണ്. അല്ലെങ്കിൽ മുനാഫിഖുകൾക്കാണ് ഏറ്റവും ഭാരമായി ഈ നിസ്കാരങ്ങളെ തോന്നുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവർ എഴഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വന്നേനെ, എഴഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നേനെ എന്നല്ല, എഴഞ്ഞുകൊണ്ട് നിസ്കാരത്തിലേക്ക് കടന്നു വന്നേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ മുനാഫിഖുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മുനാഫിഖുകളുടെ സ്വഭാവമായി ഇത് എണ്ണി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ വീടുകളോടെ അവരെ കത്തിച്ചു കളയാൻ ഞാൻ ഉദ്ദേശിച്ചു എന്ന് ആഗ്രഹിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ജമാഅത്ത് നിസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്? ജമാഅത്ത് നിസ്കാരങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും അലംഭാവം കാണിക്കുന്ന, മടി കാണിക്കുന്ന ആളുകളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ ഫഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇല الصലാഹ് ഖാമൂ കുസാലാ. മുനാഫിഖുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഞ്ചിക്കാനാണ് നോക്കുന്നത്, അല്ലാഹു അവരെ വഞ്ചിച്ചിരിക്കുന്നു. അവർ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ മടിയോടുകൂടി നിസ്കരിക്കുന്നു നിനക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വലാ യഅതൂന الصലാത ഇല്ലാ വഹും കുസാലാ. അവർ മടിയോടുകൂടിയാണ് നിസ്കാരത്തിന് വേണ്ടി വരുന്നത്. നിസ്കാരത്തിന് വരുന്നുണ്ട്, പക്ഷേ അവർ മടിയോടെയാണ് വരുന്നത്. മടിയോടുകൂടി പോലും നിസ്കാരത്തിന് വരാൻ ഒരു മുസ്ലിമിന് അനുമതിയില്ല. ഉഷാറോടുകൂടി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, ഒരാളും മടിയോടുകൂടി അലസതയോടുകൂടി തൂങ്ങിയ രൂപത്തിൽ നിസ്കാരത്തിന് വേണ്ടി നിൽക്കരുത്. മറിച്ച് ഉഷാറോടുകൂടി മുഖപ്രസന്നതയോടുകൂടിയാണ് ഒരുത്തൻ എന്ത് ചെയ്യേണ്ടത്? നിസ്കാരത്തിന് വേണ്ടി നിൽക്കേണ്ടത്. കാരണം അവൻ ചെയ്യുന്നത് റബ്ബിനോട് അവൻ മുനാജാത്ത് നടത്തുകയാണ്, സംഭാഷണം നടത്തുകയാണെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
നമ്മളോട് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, വളരെ അപകടം പിടിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. മൻ സമിഅൽ അദാന ഫലം യഅതിഹി ഫലാ സ്വലാത ലഹു ഇല്ലാ ലിഉദ്രിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ബാങ്ക് കേട്ടത്, അദാൻ ആരാണോ കേട്ടത്, ഫലം യഅതിഹി എന്നിട്ട് അവൻ അതിന് വന്നില്ലെങ്കിൽ, ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി അവൻ എത്തിയില്ലെങ്കിൽ, ഫലാ സ്വലാത ലഹു അവന് നിസ്കാരമില്ല, ഇല്ലാ ലിഉദ്രിൻ ഉദ്റുണ്ടെങ്കിൽ അല്ലാതെ. അവനെന്താണ്? അവൻ കോമയിലാണ്, അല്ലെങ്കിൽ രണ്ട് കാലുകളും തളർന്ന് വീൽ ചെയറിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവനുള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിൽ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ അവന് ഉദ്റുണ്ട്. സഹോദരങ്ങളെ, എന്തേ വീൽ ചെയറിന്റെ കാര്യം പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വലഖദ റഅയ്തുനാ വലാ മാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. ഞങ്ങളെ കണ്ടിട്ടുള്ളത്, അതായത് സ്വഹാബികളെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളെ കണ്ടിട്ടുള്ളത് അതിൽ നിന്നും, നിസ്കാരത്തിൽ നിന്നും ജമാഅത്തിൽ നിന്നും പിന്തി നിൽക്കുകയില്ല. ആരല്ലാതെ? ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, അറിയപ്പെട്ട കറകളഞ്ഞ മുനാഫിഖല്ലാതെ അവൻ നിസ്കാരത്തിൽ നിന്നും പിന്തി നിൽക്കാറുണ്ടായിരുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, എവിടെയാണ് നമ്മളുടെ സ്ഥാനം? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലഖദ് യുഅതാ ബിർറജുലി യുഹാദാ ബൈനർ റജുലൈൻ ഹത്താ യുഖാമ ഫിസ്സഫ്. ഒരു മനുഷ്യനെ കൊണ്ടുവരുമായിരുന്നു, ചില മനുഷ്യരെ കൊണ്ടുവരുമായിരുന്നു. എങ്ങനെയാണ് അവരെ കൊണ്ടുവരിക? രണ്ട് തോളുകളിൽ കക്ഷം രണ്ടുപേരുടെ തോളിൽ വെച്ചുകൊണ്ട് അങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് സൊഫിൽ നിർത്തുമായിരുന്നു അദ്ദേഹത്തെ. അങ്ങനെ പോലും, അതുകൊണ്ടാണ് വീൽ ചെയറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇന്ന് സൗകര്യങ്ങളുണ്ട്. ശരീരം കൊണ്ട് തളർന്നു പോയ ആളുകൾക്ക് വീൽ ചെയറിൽ ഇരിക്കാനും പള്ളിയിലേക്ക് പോകാനും സൗകര്യമുണ്ട്. ഇന്ന് നിയമമാണ്, വീൽ ചെയർ ഉണ്ടാകണം. ബിൽഡിംഗ് കെട്ടുമ്പോൾ വീൽ ചെയർ കയറാനുള്ള സ്ഥലമുണ്ടാകണം. ഞാൻ കണ്ടിട്ടുണ്ട്, സൗദിയിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രായമായ, നടക്കാൻ കഴിയാത്ത ഒരു വല്യപ്പയുണ്ടായിരുന്നു, ഒരു വയസ്സായ ഒരാളുണ്ടായിരുന്നു. ആ ആൾക്ക് വീൽ ചെയർ ഉണ്ടായിരുന്നു. ആ ആൾക്ക് കയറാൻ വേണ്ടി അവിടെ പള്ളിയിൽ ഒരു സ്ലോപ്പ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എല്ലാ നിസ്കാരത്തിനും ചെറുപ്പക്കാരെത്തുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ അവിടെ എത്തും. അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് റഹ്മത്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, വാർദ്ധക്യത്തിലെത്തിയ എഴുന്നേൽക്കാൻ കഴിയാത്ത മനുഷ്യർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഇങ്ങനെ എത്താൻ കഴിയുമെങ്കിൽ ഉദ്ർ കൊടുത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കണ്ണ് കാണുന്നില്ല, മദീനയിലാണെങ്കിൽ ഇഴജന്തുക്കളും മറ്റുമൊക്കെയുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ വീട്ടിൽ നിസ്കരിക്കട്ടെ. നീ ഹയ്യ അല സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കുന്നുണ്ട്. ഫഅജിബ്, എങ്കിൽ അതിന് ഉത്തരം നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു മുഅ്മിനിന്, ഒരു മുസ്ലിമിന് അവകാശമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി, ഇമാം അബൂ ദാവൂദും അതുപോലെ തന്നെ നസായിയും ഉദ്ധരിക്കുന്നത് ഇമാം അൽ അൽബാനി റഹിമഹുല്ലാഹ് ഹസനാണെന്ന് പറഞ്ഞ ഹദീസ്. ആ ഹദീസിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹി നിസ്കാരം അവസാനിപ്പിച്ചു. അതായത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അശാഹിദുൻ ഫുലാൻ, അശാഹിദുൻ ഫുലാൻ, ഇയാൾ ഇവിടെ ഉണ്ടോ? ഇയാൾ നിസ്കാരത്തിന് വന്നിട്ടുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, ഇല്ല. അശാഹിദുൻ ഫുലാൻ, എന്നയാൾ നിസ്കാരത്തിന് വന്നിട്ടുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, ഇല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഇന്ന ഹാതൈനി സ്വലാതൈൻ മിൻ അസ്ഖലി സ്വലവാതി അലൽ മുനാഫിഖീൻ. ഈ രണ്ട് നിസ്കാരങ്ങൾ, അതായത് ഇശാഉം സുബ്ഹും, മുനാഫിഖുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.
എന്നിട്ട് പറയുകയാണ്, വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വൻ. എഴഞ്ഞിട്ടെങ്കിലും മുട്ടുകൊണ്ട് എഴഞ്ഞിട്ട് വരേണ്ട അവസ്ഥയുള്ള ആരാണ് നമ്മളുടെ കൂട്ടത്തിലുള്ളത്? മുട്ടുകൊണ്ടെഴഞ്ഞിട്ട് വരേണ്ട അവസ്ഥയാണെങ്കിലും അവർ വന്നേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതിനാൽ നിസ്കാരത്തിന്റെ കാര്യം വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ പോരെ? അതുപോലെ തന്നെ പള്ളിയിൽ പോകണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നീ പുരുഷനാണോ ആണാണോ? നിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ആണായിട്ടാണോ? എങ്കിൽ നിനക്ക് നിർബന്ധമാണ്. മുസ്ലിമായിട്ടാണോ നീ ജീവിക്കുന്നത്? എങ്കിൽ നിനക്കത് നിർബന്ധമാണ്. പള്ളികൾ വെറുതെ ഉണ്ടാക്കപ്പെട്ടതല്ല. പള്ളികൾ ഉണ്ടാക്കപ്പെട്ടതൊരു ഭംഗിക്കോ അതല്ലെങ്കിൽ ചിഹ്നങ്ങളെ നിലനിർത്താനോ വേണ്ടി മാത്രമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫീ ബുയൂത്തിൻ അദിന അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. ചില വീടുകൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദിക്റുകൾ ഉയർത്താൻ വേണ്ടി, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിപ്പിക്കപ്പെടുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഭവനങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ഭവനങ്ങളുടെ അവസ്ഥ എന്താണ്? അതിൽ രാവിലെയും വൈകുന്നേരവും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹുകളും അതുപോലെ തന്നെ സ്തുതികളും ആളുകൾ പറയുകയാണ്. ആരാണവർ? റിജാൽ, ചില ആണുങ്ങളാണവർ, ചില പുരുഷന്മാരാണവർ. പള്ളിയിലേക്ക് വരുന്നവരാണ് പുരുഷന്മാർ, നിസ്കാരം നിലനിർത്തുന്നവരാണ് പുരുഷന്മാർ. ആണാണോ? അള്ളാഹുവിന്റെ മതത്തിൽ നീ ആണാണെങ്കിൽ അവൻ പള്ളിയിലേക്ക് എത്തേണ്ടത്. റിജാലുൻ, അവരാണുങ്ങളാണ്. ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവരുടെ പ്രത്യേകത എന്താണ്? കച്ചവടമോ അതുപോലെ തന്നെ വ്യവഹാരങ്ങളോ അവർക്ക് നിസ്കാരം നിലനിർത്തുന്നതിനോ സകാത്ത് കൊടുക്കുന്നതിനോ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നോ അവരെ തടയുകയില്ല. കച്ചവടമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അവരെ തടയുകയില്ല. മറിച്ച് അവർ ചെയ്യുന്നത് എന്താണ്? അവരുടെ ആദി എന്താണ്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും മറിഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്നവരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആണുങ്ങളിൽ, പുരുഷന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اما بعد. സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടിയപ്പോൾ സുലൈമാൻ ഇബ്നു അബി അസ്ഹം എന്ന് പറയുന്ന ഒരാളെ കാണുന്നില്ല, ഒരു വ്യക്തിയെ കാണുന്നില്ല. അദ്ദേഹം ചന്തയിലേക്ക് പോയി. ഉമർ റളിയല്ലാഹു അൻഹു ചന്തയിലേക്ക് നടന്നു. ചന്തയിലേക്ക് പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ചോദിച്ചു, എവിടെ സുലൈമാൻ? അപ്പോൾ അതാ ഉമ്മു സുലൈമാൻ അവർ കടന്നു വരികയാണ്. അവർ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ നിസ്കരിച്ചതിൻ്റെ ഫലമായി ക്ഷീണം കൊണ്ട് അവനിന്ന് വരാൻ കഴിഞ്ഞില്ല. അവൻ ഇന്നലെ രാത്രിയിൽ പാർട്ടിക്ക് പോയതാണ് എന്നല്ല പറഞ്ഞത്, ക്ലബിലായിരുന്നു, തളർന്നുപോയി എന്നല്ല പറഞ്ഞത്. മറിച്ച് ഇന്നലെ രാത്രി നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി നിസ്കരിച്ച മനുഷ്യൻ പക്ഷേ തളർന്നുപോയി, ഉറങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് പറഞ്ഞു, ഞാൻ
രാത്രി മുഴുവൻ കിടന്നുറങ്ങി സുബഹി നിസ്കാരത്തിന് ജമാഅത്തിലെത്തുന്നതാണ് ഒരു രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, ഈ ഹദീസിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയ പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അദ്ദേഹം നടപ്പിലാക്കുകയാണ്. എവിടെ അവൻ ചോദിക്കുകയാണ്, എന്തേ നിസ്കാരത്തിന് വരാത്തത്, എന്തേ എത്താത്തത് അന്വേഷിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അടുത്തത് അദ്ദേഹത്തിന്റെ ഫിഖ്ഹാണ്, അദ്ദേഹത്തിന്റെ അറിവാണ്. എന്താണത്? രാത്രിയിൽ ദൈർഘ്യനേരം നിന്ന് നിസ്കരിച്ചത് കൊണ്ടായില്ല. സുബഹിന്റെ ആകെയുള്ള 2 റക്അത്ത്, ആ 2 റക്അത്ത് നിസ്കരിക്കാതെ രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെ നിസ്കരിച്ചാൽ ആ 2 റക്അത്തിനോളം ആവുകയില്ല. സഹോദരങ്ങളെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ആരെങ്കിലും ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. ആരെങ്കിലും സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ അബൂ ലുഅ്ലുഅ അൽ മജൂസി എന്ന് പറയുന്ന മജൂസി ലഅനഹുല്ലാഹ് അവൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തുകയുണ്ടായി. ആ വേദനയിലാണ്, ആ കുത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അന്ന് രാവിലെ ആയപ്പോൾ, സുബഹിന്റെ ഫജ്റിന്റെ നേരമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ക്ഷീണം കൊണ്ട് കുത്തേറ്റ വേദനയിൽ ക്ഷീണിച്ച് കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മിസ്വർ റഹിമഹുല്ലാഹ് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. എന്തിനാണ് പോകുന്നത്? സുഖമല്ലേ എന്ന് ചോദിക്കാനല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സുബഹി നിസ്കാരത്തിന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കടന്നു ചെന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫജ്ർ നിസ്കാരത്തിന് വേണ്ടി ആ വേദനയിൽ, മരണപ്പെട്ട ആ വേദനയിൽ, ആ കുത്തേറ്റ അവസ്ഥയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് പാഠമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നമുക്ക് പാഠമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനതാ സഈദ് ഇബ്നുൽ യർബൂ' എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു താബിഈ, അദ്ദേഹത്തിനതാ കണ്ണ് കാണാതായി, പെട്ടെന്ന് അന്ധത ബാധിച്ചു. ജന്മന അന്ധതയുള്ള ആളുകളെ പോലെയല്ല, പെട്ടെന്ന് അന്ധതയുള്ള ആളുകൾ. പെട്ടെന്നൊരു ദിവസം കണ്ണുപോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസമായിരിക്കും. എന്നാൽ ജീവിതം മുഴുവൻ കണ്ണ് കാണാതെ അയാൾക്ക് അയാളുടേതായ പരിചയങ്ങൾ ഉണ്ടാകും, പലയിടത്തേക്കും പോകാനും വരാനും. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുകയാണ്, സുഖവിവരം അന്വേഷിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ജുമാ നിസ്കാരം ഒഴിവാക്കരുത്, ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. സഈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വഴി കാണിക്കാൻ ആരുമില്ല, എന്നെ പള്ളിയിലേക്ക് എത്തിക്കാൻ ആരുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാക്കി തരും ആളെ. ഉമർ റളിയല്ലാഹു അൻഹു ആളെ ആക്കി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ജമാഅത്ത് നിസ്കാരത്തിന് നമ്മൾ കൊടുത്ത പ്രാധാന്യം എന്താണ്? മുസ്ലിം സമൂഹത്തിനെ കുറിച്ചും മുസ്ലിമീങ്ങളുടെ ഇജ്ജത്തിനെ കുറിച്ച് സംസാരിക്കാൻ എത്ര നാവാണ് നമുക്ക്. ഇസ്ലാമികമെന്ന് പറയുന്ന പാർട്ടികളുടെ പിന്നാലെ പോയി ജയ് വിളിക്കാൻ, ജാഥ വിളിക്കാൻ എത്ര ആവേശമാണ് നമുക്ക്. മുസ്ലിം ഉമ്മത്തിന് ഇതാ പ്രയാസം വരുന്നു, അതുകൊണ്ട് എല്ലാവരും തെരുവിലിറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ എത്ര ആളുകൾ ഉണ്ടാകും? അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകാൻ ആരാണുള്ളത്? സഹോദരങ്ങളെ, നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പള്ളിയിലേക്ക് കടന്നു വരിക എന്നതുപോലെ ഒരു ഇബാദത്തിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല. പള്ളിയിലേക്ക് നടന്നു വരികെന്ന പോലെ ആരെങ്കിലും വധുവെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വന്നാൽ ഓരോ കാലടിക്കും അവന് ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും, ഓരോ കാലടിക്കും അവന്റെ തിന്മകൾ പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ആർക്ക് വേണം ആ പുണ്യം? ആർക്ക് വേണം പാപങ്ങൾ പൊറുക്കാനുള്ള ആ ആഗ്രഹം? ആർക്കുണ്ട്? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
വെള്ളിയാഴ്ചകളിൽ പോലും സുബഹി നിസ്കാരത്തിനെത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഏറ്റവും അഫ്ദലായ നിസ്കാരം വെള്ളിയാഴ്ച ദിവസത്തെ സുബഹി നിസ്കാരമാണ്. അതിന് പോലും നമുക്ക് എത്താൻ കഴിയില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ കൊണ്ട് ഈ ഉമ്മത്തിന് ഒരു ഉപകാരമുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി. ഉമ്മത്തിന് ഉപകാരമില്ലാത്ത വേസ്റ്റായ ചണ്ടികളെ പോലുള്ള ആളുകളായി മാറാൻ നമ്മൾ പാടില്ല. അതിനാൽ സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് മടങ്ങുക. എന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയോ അള്ളാഹു നമ്മളെ ഉയർത്തുന്നതാണ്. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വേദനയിലും അദ്ദേഹം അവിടേക്ക് പോയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, സുബഹി നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരം വെളുക്കുന്നത് വരെ കിടന്നുറങ്ങിയ ഒരു മനുഷ്യനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അതൊരു മനുഷ്യനാണ്, അവന്റെ ചെവിട്ടിൽ ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു. എത്ര ലിറ്റർ മൂത്രമുണ്ടാവും നമ്മളുടെയൊക്കെ ചെവിട്ടിൽ? സഹോദരങ്ങളെ, ഉലമാക്കൾ പറഞ്ഞു അത് യാഥാർത്ഥ്യത്തിലുള്ള മൂത്രമാണ്. അവന്റെ മൂത്രം എന്താണോ അത് അവന്റെ ചെവിട്ടിൽ വീണിരിക്കുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയുകയില്ല. നമുക്ക് തൊട്ടാൽ നനവറിയണമെന്നില്ല, കാരണം ശൈത്താന്റെ മൂത്രമാണ്. അവന്റെ മൂത്രം നമ്മളെ ചെവിട്ടിൽ വീണിരിക്കുന്നു. സഹോദരങ്ങളെ, സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിലനിർത്തുന്ന ആളുകളിൽ, നിസ്കാരം ജമാഅത്തായി നിലനിർത്തുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിൽ പറഞ്ഞു, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാ വർക്കഉ മഅർ റാക്കിഈൻ. നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, ഒറ്റക്കല്ല. വർക്കഉ മഅർ റാക്കിഈൻ, റുകൂഅ ചെയ്യുന്ന ആളുകളുടെ കൂടെ റുകൂഅ ചെയ്യുക. ഒറ്റക്ക് പോയി നിൽക്കാനല്ല പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിലെ ഓരോരുത്തരെയും നിസ്കാരം നിലനിർത്തുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ നീക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ മുസ്ലിമീങ്ങളായ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. പല രാജ്യങ്ങളിലും, ഫിലസ്തീനിനെ പോലെ, ഗസയെ പോലെ, ചൈനയെ പോലെ, സുഡാനെ പോലെ, അതുപോലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ ഈ നാട്ടിൽ, നമ്മുടെ നാടുകളിൽ തന്നെ പല നാടുകളിലും പ്രയാസങ്ങളിലുണ്ട് ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إن الحمد لله نحمده ونستعينه ونؤمن به